4 കാര്യങ്ങളാണ് പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിക്കണേ. 1, കുടുംബത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, വീട്ടിൽ ഒരു വീടാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ കുടുംബം എന്ന് പറയുന്ന കുടുംബം തുടക്കം കുറിക്കുക എവിടെയാ? നമ്മുടെ ഭാര്യയും മക്കളുമായിട്ടുള്ള ജീവിതത്തിൽ. എന്ത് വിഷയങ്ങളും അവരുടെ വിഷയങ്ങൾ കേട്ടുകൊടുക്കാനുള്ള സന്നദ്ധത ഉണ്ടാകണം. 4 കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ കൃത്യത വെച്ചാൽ ജീവിതത്തിൽ നിങ്ങൾ വിജയികളാവും. കുടുംബ ബന്ധങ്ങളൊക്കെ ശാക്തീകരിക്കാൻ സാധിക്കും. നിങ്ങളുടേതാകുന്ന കുടുംബക്കാരുമായിട്ട് സ്ഥിരമായി ആശയവിനിമയം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ, അവരുമായിട്ട് ഇപ്പോൾ ഈ ലോക്ക്ഡൌണിന്റെ വേളയിലാണ് പല രീതിയിലും സംവദിക്കാം. പല ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ സംവദിക്കാം. വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാം. ക്ലബ് ഹൗസിൽ തന്നെ പ്രത്യേകം റൂം ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കുടുംബക്കാരെ മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ വേണമെങ്കിൽ അവരുമായിട്ട് സംസാരിക്കാം. ഇതൊക്കെ പറ്റും. നമ്മളതൊന്നുമില്ല, നമ്മളെന്തെങ്കിലും വർത്താനം പറയാനും എന്തെങ്കിലും കഥ പറയാൻ ചൊല്ലിക്കൊണ്ടിരിക്കാൻ ഇതിനൊക്കെയാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. ഒരു ദീനിയായ കാര്യങ്ങൾക്ക് ഒരു കുടുംബ കൂട്ടായ്മയില്ല. സ്ത്രീകൾക്ക് തന്നെ അവരുടെ കുടുംബത്തിലുള്ള സ്ത്രീകളുമായിട്ടൊരു കുടുംബ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് അതിൽ സംവദിക്കാം, ആശയവിനിമയം നടത്താം. അപ്പോൾ ബന്ധങ്ങൾ പരസ്പരം കൂടുതൽ ശക്തിമത്താവും. ആശയവിനിമയം നടത്തുക. അതിന് ഭാര്യ ഭർത്താവിനോടാണെങ്കിലും കൂടുതൽ സംസാരിക്കുന്നവനാകണം. രണ്ടുപേരും തമ്മിൽ ധാരാളം സംസാരിക്കണം എന്ന് പറഞ്ഞാൽ വെറുതെ അനാവശ്യം വർത്തമാനം പറയാന്നല്ല, കാര്യങ്ങൾ സംസാരിക്കണം. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ശൈലിയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരണം. മക്കളും കുടുംബവും ഒക്കെ ഒരുമിച്ചിരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ശൈലി. എല്ലാവരും ഒരുമിച്ച് വരട്ടെ, എല്ലാവരും ഒരേപോലെ. എന്നോടൊരു കുടുംബത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തേണ്ടായി. ആ കുടുംബത്തിലുള്ളതാകുന്ന ആളുകൾ എല്ലാവരും വർഷം 30 കഴിഞ്ഞിട്ടും ഇന്ന് വരെ ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ഒരുമിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ചിട്ടുള്ളത്. 30 കൊല്ലമായിട്ട്. എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി ആരെങ്കിലും അവിടെ ഇല്ല എങ്കിൽ അവരെ ആബ്സെന്റ്, ഓക്കെ. ഉണ്ടെങ്കിൽ അവരെല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് 30 കൊല്ലമായിട്ട് ഒരേപോലെ എല്ലാ നേരവും 3 നേരം ആഹാരം കുടിക്കുന്നതും വൈകുന്നേരം ചായ കുടിക്കുന്നതും രാവിലെ എഴുന്നേറ്റ് വെറും ചായ കുടിക്കുന്നതും ഒക്കെ ആണെങ്കിൽ പോലും എല്ലാവരും വന്നെങ്കിൽ മാത്രമേ, അവിടെ ഉമ്മ വാപ്പ ഉൾപ്പെടെ എല്ലാവരും എത്തിയെങ്കിൽ മാത്രമേ ചായ എടുക്കാറുള്ളൂ. എല്ലാവരും വന്നിട്ട് തീന്മേശ വരെ, അല്ലാതെ ഓരോരുത്തർക്ക് സെപ്പറേറ്റ് കൊടുക്കുക. അതാണ് ഇന്നത്തെ അവസ്ഥ. അതുകൊണ്ട് പരസ്പരം ആരും ഒന്നും കാണുന്നില്ല. മകൻ എന്തിയെ? അള്ളാഹു അല്ല, അവനെ അറിയാൻ പോലും അല്ല. റൂമിൽ കയറി അടയിരിക്കാണ്. ആ മൊബൈൽ ഫോണുമായിട്ട് കുറേ നേരം ഇരിക്കാൻ തുടങ്ങിയിട്ട്. അവൻ എവിടെ, അവന് പോയോ വന്നോ ഒന്നും അറിയുന്നില്ല. കാരണം അവനിൽ നിന്നൊരു അസ്സലാമു അലൈക്കും ഇല്ല. പാപ്പാക്ക് അവന്റെ കാര്യം അറിയണ്ട, ഉമ്മാക്ക് അവന്റെ കാര്യം അറിയണ്ട, കുടുംബത്തിൽപ്പെട്ട ആർക്കും അറിയില്ല. പെങ്ങളെവിടെ, സഹോദരി എവിടെ? വീട്ടിലുള്ളവരുടെ അവസ്ഥയായി പറയുന്നത്. സ്വന്തം വീട്ടിലുള്ളവരുടെ തന്നെ കാര്യം അറിയില്ല. പാപ്പാടി ചോദിക്കാം, മോൻ എത്രയിലാ പഠിക്കുന്നത്? പാപ്പാക്ക് തപ്പലാണ്. മക്കൾ എത്രയാന്ന് ചോദിച്ചാൽ ചില പാപ്പന്മാരിങ്ങനെ എണ്ണും പതുക്കെ. ഇപ്പൊ പറയാന്ന് പറയും. അതാണ് അവസ്ഥ. അള്ളാഹു കാത്ത് സംരക്ഷിക്കട്ടെ. ഇതാണ് നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. അത്രത്തോളം മക്കൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അതുപോലും പാപ്പാക്ക് ചിന്തയില്ല. ഭയങ്കര ബിസിനസ് പരമായുള്ള ചിന്തയാണ്. എന്താ ബിസിനസ്? ഒന്നുമില്ല, സാധാ കടയാണ്. മലമറിക്കുന്ന ജോലിയൊന്നുമില്ല. 500 സ്ഥാപനങ്ങളോ കെട്ടിടങ്ങളോ ഒന്നുമില്ല. നമ്മുടെ ബുദ്ധികൾ വളരെ ചുരുക്കം കൊണ്ടിരിക്കുന്നു. മക്കൾ എത്രയിലാണ് പഠിക്കുന്നത്? അവരുടെ വിദ്യാഭ്യാസം എവിടം വരെ എത്തി? അവരന്നു പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഓൺലൈൻ ആണെങ്കിലും അതൊക്കെ ശ്രദ്ധിക്കണം. ഉമ്മ അത് ശ്രദ്ധിക്കണം. അവരുമായിട്ടൊരു ആശയവിനിമയം ഉണ്ടാവണം മക്കളുമായിട്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആ മകള് വാപ്പയും ഉമ്മയും വിട്ടിട്ട് മറ്റൊരു തലത്തിലേക്ക് പോകൂല. ഒളിച്ചോടിപ്പോവാൻ അവൾ തയ്യാറാവൂല. കാരണം അവളുടെ എന്ത് വിഷയങ്ങളും ഷെയർ ചെയ്യാൻ ഉമ്മയുണ്ട്, വാപ്പുണ്ട് എന്നൊരു തോന്നൽ അവരുടെ മനസ്സിന്റെ ഉള്ളിന്റെ അകത്തളങ്ങൾ വരികയാണ്. ഇത് ആ സ്നേഹം വീട്ടിൽ നിന്ന് കിട്ടാതെ വരുമ്പോൾ സ്നേഹം തേടി പുറത്തോട്ട് പോകും. അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ. അള്ളാഹുവെ ഞങ്ങളുടെ മക്കളെല്ലാം നീ സ്വാലിഹീങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അപ്പൊ നല്ല ആശയവിനിമയം ഉണ്ടാവണം. ഒന്നതാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതാണ്. രണ്ടാമത്തത് അതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. അഥവാ മുഷാവറ നടത്തണം. എന്തെങ്കിലും ഒരു സാധനം നമ്മൾ വാങ്ങേണ്ടതുണ്ടെങ്കിൽ അതെങ്ങനത്തെയാണ്, ഏത് ക്വാളിറ്റി ഉള്ളതാണ്, അതിനെക്കുറിച്ച് നെറ്റിലൊക്കെ ഒന്ന് പരതിയിട്ട് ഒരു മുഷാവറ നടത്താം. ഇതൊക്കെ കൊള്ളാവോ, ഇതുണ്ടോ, ഇതിനകത്ത് ഇങ്ങനെ ഒരു സംഭവം കണ്ടിരുന്നു, നമുക്ക് നോക്കാം, വാങ്ങാം. സാമ്പത്തികം ഉള്ളവരുടെ കാര്യമാണ്. ഇനി എന്ത് വിഷയം വന്നാലും മക്കളുടെ വിദ്യാഭ്യാസം, അവന് പുസ്തകം വാങ്ങണം. അപ്പൊ ഏത് തരം പുസ്തകം നല്ലത്, അത് വരയിട്ടത് ഇന്നതാണ്. ഇതൊക്കെ നമ്മൾ കാര്യം നിസ്സാരമായിരിക്കും. പക്ഷേ ഇതൊക്കെ നമ്മുടെ ഭാര്യയായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അത് ചർച്ച ചെയ്യുമ്പോൾ അവർക്ക് വലിയ സംഭവം. ഇനി മക്കളാണെങ്കിൽ തന്നെ മുതിർന്നവരാൻ അവരെ വിളിച്ചിട്ട് അവരോട് ഇങ്ങനെ ചർച്ച ചെയ്യണം, മുഷാവറ ചെയ്യുക. രണ്ടാമത്തതാണ്, രണ്ടാമത്തെ കാര്യം കുടുംബ ബന്ധം ശാക്തീകരിക്കാനുള്ള പൊടിക്കൈകളാണ് ഈ പറയുന്നത്. ഒന്ന്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം ഉണ്ടാകുക, എപ്പോഴും സംസാരിക്കുക. അതെല്ലാവരോടും, ഒരാളോട് പോലും സംസാരിക്കാതിരിക്കരുത്. വീട്ടിലുള്ള മുഴുവൻ ആളുകളോടും, വാപ്പ, ഉമ്മ, അതുപോലെ തന്നെ വാപ്പായോടും ഉമ്മയോടും മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബന്ധം ഉണ്ടാണ്. ആ ബന്ധം നിലനിർത്തി പോരണം. അത് കേവലം തീന്മേശയിൽ മാത്രമല്ല, അല്ലാത്ത സമയത്തും ഒക്കെ.
ആണുങ്ങൾക്ക് പ്രത്യേകിച്ച് വാപ്പയോട് കൂടുതൽ സംസാരിക്കാമല്ലോ. പത്രം വായിക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന് വർത്താനം പറയുക, കുറച്ചൊരു 10 മിനിറ്റ് കാര്യങ്ങൾ പറയുക, ദീനിയായ കാര്യങ്ങൾ പറയുക, മാന്യമായ സംഭാഷണങ്ങൾ നടത്തുക. കുടുംബക്കാരിലുള്ള ഒരുപാട് കാര്യങ്ങൾ വാപ്പാക്ക് പറയാനുണ്ടാവും, പഴയ ചരിത്രങ്ങൾ പറയാനുണ്ടാവും. അതൊക്കെ 10 മിനിറ്റ് നമ്മൾ കേട്ടുകൊടുക്കുക. ഒരുപാട് കാര്യങ്ങൾ ഉമ്മാക്ക് മക്കളോട് പെൺമക്കളോട് പറയാനുണ്ടാവും. ഉമ്മാടെ കൂടെ അടുക്കളയിൽ പോയിരുന്നിട്ട് പാചകത്തിൻ്റെതാകുന്ന റാണിയാകുന്ന പ്രിയപ്പെട്ട ഉമ്മാടെ അടുക്കളയിൽ നിന്ന് ഒരുപാട് പൊടിക്കൈകൾ പഠിച്ചെടുക്കുക. പതുക്കെ പതുക്കെ തുടങ്ങുക, ഓരോരോ കാര്യങ്ങൾ പഠിക്കുക. അതിന് പത്തിരി ചുടുന്നതാകട്ടെ, അല്ലെങ്കിൽ പച്ചക്കറി അരിയുന്നതാകട്ടെ, എന്ത് സംഭവമാണെങ്കിലും അതൊക്കെ അവിടെ കയറി ഇരുന്നിട്ട് പതുക്കെ പതുക്കെ നോക്കുക. ഓരോന്നോരോന്ന് ഉമ്മ പഠിപ്പിച്ചു തരും. ആ ശൈലി അനുസരിച്ച് ഓരോന്ന് നോക്കുക. ഒരു ബുക്കും പേപ്പറും എടുത്ത് വേണമെങ്കിൽ അതൊക്കെ ഒന്ന് എഴുതി പഠിക്കുക. ഇതൊക്കെ എപ്പോഴാണ് പഠിക്കുക? ഇതൊക്കെ പിന്നെ പെണ്ണ് കെട്ടി കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ പഠിക്കാൻ നിൽക്കല്ല, നേരത്തെ തന്നെ ഇതൊക്കെ വ്യക്തമായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഉമ്മായിട്ടൊരു ബന്ധമാകുക, നല്ല ബന്ധം അവിടെ സ്ഥാപിച്ചെടുക്കുക. ഇത് എപ്പോഴും പുസ്തകപ്പുഴുവായിട്ട് മാറിയിരിക്കല്ല. പഠിക്കണ്ടെന്നല്ല, പഠിക്കണം, രണ്ടും വേണം. അവരുമായിട്ടൊരു ബന്ധവും വേണം. അതിൽ ഉമ്മയുടെ ചെറുപ്പത്തിലുള്ള സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ അങ്ങോട്ട് ചോദിക്കാം മക്കൾക്ക്. അപ്പോൾ ഉമ്മാക്ക് കൂടുതൽ ഉത്സാഹമാവും. പഴയ കഥയൊക്കെ എടുത്തിടും. പണ്ട് ഞാൻ ഭയങ്കര സുന്ദരിയായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെയാന്നൊക്കെ കഥ പറയും. പാപ്പായും പറയും അങ്ങനെ ഓരോ കഥകൾ. അങ്ങനെ അവരുടേതാകുന്ന കഥകളൊക്കെ കുറച്ചു നേരം കേൾക്കുക. അത് അവർക്ക് ഒരു ഹൃദയബന്ധം നമ്മളുമായിട്ടുണ്ടാകാൻ ഉപകരിക്കുന്നതാണ്. അതാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ മക്കളുടെ കാര്യങ്ങൾ നമ്മളങ്ങോട്ട് ചോദിച്ചറിയണം. ഉമ്മമാര് പെൺകുട്ടികളോട് ചോദിക്കണം, എങ്ങനെയായിരുന്നു നിന്റെ ക്ലാസ്, നീ ട്യൂഷന് എവിടെയാ, രാവിലെ എവിടെയാ പോയിരുന്നു, ഇവിടുന്ന് ബസ് കയറുന്നു, ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് എവിടെ പോയി നിൽക്കുന്നത്. ഉമ്മക്ക് കറക്റ്റായിട്ട് പിടിയുണ്ടാവില്ല. ഓഫ്ലൈൻ ആകുമ്പോഴുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഓൺലൈനാണ്. രാവിലെ ക്ലാസ്സിന് ഓൺലൈനിൽ കയറിയതാണെങ്കിലും ഓക്കെ, നിന്റെ ടീച്ചർ ആരാണ്, ഇപ്പോൾ പുതിയ ടീച്ചർ വല്ലതും വന്നോ, ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് എന്നൊക്കെ ചോദിക്കുക. എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അങ്ങനെ കുട്ടികളുമായിട്ടൊരു ബന്ധം വെക്കണം. ഞാനിത് പറയാൻ കാരണം ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറയുന്നതിലല്ല, ഇത് ചെയ്യാത്ത ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതാണ് ഈ പറയുന്നത്. ഇതൊന്നും ശ്രദ്ധിക്കാതെ വേറൊരു യുഗത്തിൽ കഴിയുക. അവനവൻ്റെ യുഗത്തിൽ എപ്പോഴും മൊബൈൽ ഫോൺ നോക്കിയിട്ട് 24 മണിക്കൂർ ക്ലബ് ഹൗസിൽ കയറി കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇല്ലെങ്കിൽ വാട്സാപ്പും ഫേസ്ബുക്കും ആയിട്ടിരിക്കുന്ന ആളുകൾ, ഇല്ലെങ്കിൽ എനിക്കെപ്പോഴും ചായയും കടിയും മാത്രം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നതാകുന്ന പുരുഷന്മാർ. എന്നെ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിക്കുകയുണ്ടായി, കരഞ്ഞുകൊണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കമാണ്. നടുക്ക് വലിയൊരു റൂമിന്റെ നടുക്ക്, വലിയതാകുന്ന ഹാളിന്റെ നടുക്ക് വലിയൊരു മേശ കൊണ്ടുവന്നിട്ടിരിക്കും, ഒരു ഡെസ്ക് കൊണ്ടുവന്ന് അദ്ദേഹം ഇട്ടിരിക്കുക ഭർത്താവ്. എന്നിട്ട് ഇങ്ങനെ കുറിപ്പ് എഴുതി അവിടെ കൊണ്ട് വെക്കും. എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങൾ ആ കുറിപ്പിൽ അവിടെ കൊണ്ട് വെക്കുകയാണ്. ഈ കുറിപ്പ് വായിച്ചിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഭാര്യ ഉണ്ടാക്കി കൊടുക്കണം രാവിലെ ഇന്ന. അപ്പൊ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ട് അദ്ദേഹം വാങ്ങിച്ചു കൊടുക്കും. ഭാര്യ വീട്ടിലേക്ക് ആവശ്യമുള്ള എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ കുറിപ്പ് അതേപോലെ കൊണ്ടുവന്ന് വെക്കുകയാണ്, അതേ മേശപ്പുറത്ത്. ഭർത്താവ് അത് വാങ്ങിച്ചിട്ട് അരിയില്ല, പച്ചമുളകില്ല, ഇഞ്ചിയില്ല, സവാള ഇല്ല, വാങ്ങിച്ചു പോകാൻ വേണ്ടി ഭർത്താവ് പോവാൻ. വാങ്ങിച്ചു കൊണ്ടുവന്ന് അത് കറക്റ്റ് കൊണ്ട് ഭർത്താവ് അവിടെ കൊണ്ട് വെക്കും. തമ്മിൽ മിണ്ടിയിട്ട് 18 വർഷമായി, 18 കൊല്ലമായി. ചിന്തിച്ചോ? ഇതൊക്കെ നമ്മുടെ ഉമ്മത്തിൽ നിലകൊള്ളാണ്, മുസ്ലിം സമുദായത്തിൽ. കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും ഉത്തമ സമുദായം എന്ന് റസൂലുള്ളാഹി സർട്ടിഫിക്കറ്റ് ചെയ്തതാകുന്ന ഉമ്മത്തിന്റെ അവസ്ഥയാണ്. അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ. അവർക്ക് ഞാൻ ഒരു ദിക്ർ പറഞ്ഞു കൊടുത്തു, അൽഹംദുലില്ലാഹ്. ഇപ്പം അത് മാറ്റമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം അറിയാൻ സാധിച്ചു. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു അവർക്കിടയിൽ നല്ല സ്നേഹബന്ധങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ. മിണ്ടാൻ അങ്ങോട്ട് സാധിക്കുന്നില്ല. സഹോദരിയാണ് ചോദിച്ചു, നിങ്ങളൊന്നും മിണ്ടിക്കൂടെ? അവരോട് ചോദിച്ചു, ഉമ്മാട് ചോദിച്ചു, നിങ്ങളൊന്നും മിണ്ടിക്കൂടെ? മിണ്ടാൻ സമ്മതിക്കുന്നില്ല, ഒരു വർത്തമാനവും പറയാൻ സമ്മതിക്കുന്നില്ല. മക്കള് രണ്ടുപേരും ഗൾഫിലാണ്. അവര് വല്ലപ്പോഴും ഫോൺ വിളിക്കും, പാപ്പായും വിളിക്കും. പാപ്പാടെ നമ്പറുണ്ട്, ഉമ്മാടെ നമ്പറുണ്ട്, അതുകൊണ്ട് മാറിയും തിരിഞ്ഞും വിളിക്കും. അങ്ങോട്ട് ഫോൺ കൊടുക്കെന്ന് പറയുന്നൊരു ശൈലി അവർക്കില്ല. കാരണം അവർക്കറിയാം ഇവിടെ കീരിയും പാമ്പുമായിട്ടാണ് ജീവിക്കുന്നത്. അവരെന്തെങ്കിലും ഒരു തുക അയച്ചു കൊടുക്കും, അത് വാപ്പ തന്നെ പോയി അത് കൈപ്പറ്റും. സാധനങ്ങൾ വീട്ടിലേക്ക് ആവശ്യമായത് ഈ രീതിക്ക് വാങ്ങിച്ചു കൊടുക്കും. ഇതൊക്കെ സമൂഹത്തിൽ നടക്കുകയാണ്. ആരുടെ സമുദായത്തിൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സമുദായമാണ് നമ്മൾ. ഏറ്റവും ഉത്തമമായ സമുദായം, ഏറ്റവും റാഹത്തായ കുടുംബജീവിതം നയിക്കാൻ വേണ്ടി റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന ശൈലി ഇതാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അപ്പം മുശാവറ വേണം. എന്താണ് നാളെ ഉണ്ടാക്കാൻ പോകുന്ന സാധനം? പരസ്പരം മുശാവറ വേണം. എന്താണ് രാവിലെ, എന്താണ് ഉച്ചയ്ക്ക്, എന്താണ് വൈകിട്ട്, എന്താണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ തലയിൽ പോയി പർച്ചേസ് ചെയ്യും. ലോക്ക്ഡൗൺ ആണെന്നാൽ ഒരു 3 ദിവസത്തേക്ക് വേണ്ടുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് വേണ്ടുന്ന, പെട്ടെന്ന് ചീഞ്ഞു പോകാത്ത, പെട്ടെന്ന് തന്നെ നാശനഷ്ടങ്ങൾ സംഭവിക്കാത്തതാകുന്ന എന്തെങ്കിലും സാധനങ്ങളാണെങ്കിൽ അത് ഒരാഴ്ചത്തേക്ക് വാങ്ങിക്കുക. അരിയും മറ്റു സാധനങ്ങളൊക്കെ. അല്ലാത്ത പച്ചക്കറി, മീനൊക്കെ ആണെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ പോയി വാങ്ങിച്ചുകൊണ്ട് വരും. അതാണിപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു മുശാവറ വേണം. എന്താണ് നാളെ? ഇതൊരു ബോധമില്ല. രാവിലെ എഴുന്നേറ്റിട്ട് എന്തെങ്കിലും കാണിക്കുക എന്ന് പറഞ്ഞിട്ട് അതാണ്. അങ്ങനെ ആകാൻ പാടില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മുശാവറ, ഒരു ബന്ധം വേണം. വീടുകളിൽ എപ്പോഴും വേണം. മക്കൾ സാധാരണ ചോദിക്കല്ലോ, ഉമ്മ നാളെ എന്താണ് എന്ന് ചോദിക്കുമല്ലോ. അത് ആ ഒരു സൗഹൃദത്തിന്റെ ചോദ്യമാണ്, ആ ഒരു ബന്ധത്തിന്റെ ചോദ്യം. അതായത് നിങ്ങൾ ഇതാരും ദേഷ്യപ്പെടണ്ട. അപ്പോൾ അവരോട് പറയും ഇന്നതാണ് ഇൻഷാ അല്ലാഹ് എന്നുള്ള രീതിക്കാവണം.
അങ്ങനെ ഓരോ ദിവസവും അങ്ങനെ ഒരു മുഷാവറ നടത്തി. എന്ത് കാര്യം വീട്ടിലേക്ക് വാങ്ങുന്നതാകട്ടെ, മക്കളുടെ വിദ്യാഭ്യാസമാകട്ടെ, നമ്മളുടേതാകുന്ന ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാകട്ടെ, അതൊക്കെ ഒരു മുഷാവറ വേണം. എപ്പോഴും മുഷാവറ നടത്തണം അവരുമായിട്ട്. അവരെ ആ ഒരു രീതിക്ക് കാണണം. മൂന്നാമത്തത്, നമുക്ക് എന്ത് കഴിവുണ്ടോ ആ കഴിവ് അവർക്ക് കൂടി നമ്മൾ കൈമാറണം. നമുക്കെന്ത് കഴിവാ ഉള്ളത്? നിനക്ക് നല്ലതുപോലെ ഖുർആൻ ഓതാൻ അറിയാം, എന്നാൽ അവരെ കൂടി അത് പഠിപ്പിക്കണം. നിനക്ക് നല്ലതുപോലെ നിസ്കരിക്കാൻ അറിയാം, നിസ്കാരത്തിന്റെ സുന്നത്തും അതിന്റെ ഫർളുകളും ഒക്കെ കറക്റ്റായിട്ട് അറിയാം. ഒളു എടുക്കാൻ നല്ലതുപോലെ നിനക്കറിയാം എങ്കിൽ ആ ഒളുവിന്റെ നിബന്ധനകളൊക്കെ നമ്മുടെ ഭാര്യ ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം, നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം, അവർക്കത് അറിയിച്ചു കൊടുക്കണം. മോനെ ഇങ്ങനെയാട്ടോ ഒളു എടുക്കേണ്ടത്, ഇങ്ങനെ വാപ്പ കാണിച്ചു തരാം എന്ന് പറഞ്ഞ്. ഇത് ആരെങ്കിലും പഠിച്ചു കൊടുത്തിട്ടുണ്ടോ? നമ്മൾ നിസ്കരിച്ചും കാണിച്ചിട്ടില്ല, നമ്മൾ ഒളു എടുത്തും കാണിച്ചിട്ടില്ല, ഒന്നും കാണിച്ചിട്ടില്ല. ആകെ ഇത് മാത്രം കാണിച്ചിട്ടുണ്ട്. അത് തന്നെ പാത്രത്തിന്റെ അവിടെ ഇവിടെയൊക്കെ സൈഡിലൊക്കെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, വാപ്പ കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ മക്കൾ ഖുർആൻ ഓതിയിട്ടൊന്നും ഒരു കാര്യമില്ല. ആ രീതിയിലാണ് നമ്മുടെ അവസ്ഥ. ഭക്ഷണം കഴിക്കുന്ന മാത്രമാണ് ആ വാപ്പ കഴിക്കുന്നത് കാണിച്ചു കൊടുക്കുന്നത്, വേറെ ഒന്നും കാണിച്ചു കൊടുക്കുന്നില്ല. അത് തന്നെ റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ മേളിച്ചിട്ടുള്ള കഴിപ്പാണെന്നുണ്ടെങ്കിൽ ധാരാളം പഠിക്കേണ്ടതുണ്ട് നമ്മൾ ഒരുപാട്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്താണോ പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടുള്ള വിഷയങ്ങൾ, അത് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ഭാര്യ ഷെയർ ചെയ്യണം ഭർത്താവിനോട്. ഇപ്പം ഞാൻ റൂഹ ബയാൻ മജ്‌ലിസിൽ ഇന്ന പ്രഭാഷണം കേട്ടു, ഇന്ന വിഷയങ്ങൾ എത്ര റാഹത്തായിരുന്നു, കുടുംബബന്ധം എങ്ങനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഇപ്പം ഇന്നലത്തെ പ്രഭാഷണം കേട്ടിട്ട് എത്ര ആളുകൾ വളരെ സന്തോഷം പറഞ്ഞവരുണ്ട്. അപ്പം അതേപോലെ ഇന്നലത്തെ പ്രഭാഷണം അത് കേൾക്കേണ്ട തന്നെയായിരുന്നു. ഭർത്താവിനോട് പറയാം, അതൊന്ന് കേൾപ്പിച്ചതാ, വേണേ ഇതിന് യൂട്യൂബിലുണ്ട്, നിങ്ങളൊന്ന് കേട്ടോ എന്ന് പറഞ്ഞ് ഭർത്താവിനെ കേൾപ്പിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ അവരോട് അതിൻ്റെ കാര്യങ്ങൾ പറയുക. ചിലപ്പോൾ ഫുള്ളായിട്ട് കേട്ടിരിക്കാൻ പുള്ളിക്ക് മനസ്സുണ്ടാവൂല, ദേഷ്യമായിരിക്കും, മൂപ്പർക്ക് അതിനുള്ള സമയം ഉണ്ടാവൂല. ആയിക്കോട്ടെ, അപ്പോൾ അവർക്ക് അതിൻ്റെ രത്ന ചുരുക്കം ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ വേണം. ഒരു വാത് നമ്മൾ കേൾക്കാൻ പോയി, ആ വാത് വെറുതെ ഒരു ആസ്വാദനമായിട്ട് വന്നാൽ പോരാ. അതിൽ നിന്ന് കേട്ടത് എന്താണ്, ഖുർആൻ ഓതിയത് എന്താണ്, അവിടെ എന്താണ് വിഷയം ചർച്ച ചെയ്തത്, എന്തുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളിപ്പോൾ 1 മണിക്കൂർ ഇവിടെ പ്രഭാഷണം നടത്തി. ആ 1 മണിക്കൂറിൽ നിന്ന് നിങ്ങൾക്കെന്ത് കിട്ടി? അതിനാണ് ഞാൻ ഈ പലപ്പോഴും തലേ ദിവസത്തേതാകുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നത്. കാരണം നിങ്ങൾക്കത് തിരിയുന്നുണ്ടോ, മനസ്സിലാകുന്നുണ്ടോ, നിങ്ങൾക്കതിൽ നിന്ന് എന്ത് ലഭിക്കുന്നുണ്ട്, എന്ത് നേട്ടമുണ്ട് നമ്മൾ ഈ മജ്‌ലിസിലൂടെ. നേട്ടമുണ്ട് എന്ന് കാണുമ്പോഴാണ് നമ്മൾ വീണ്ടും വീണ്ടും ആവേശത്തോടുകൂടി നിലകൊള്ളുന്നത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കഴിവുണ്ടോ, ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകളായിരിക്കും. എനിക്കുള്ള കഴിവുകളായിരിക്കില്ല നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്കുള്ള കഴിവില്ല മറ്റൊരാൾക്കുണ്ടാവുക. ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ആ കഴിവുകളൊക്കെ തന്നെ മറ്റുള്ളവർ കൂടി അറിയിച്ചു കൊടുക്കുക. ഇനി മക്കൾ പുറത്തുപോയി സ്കൂളിൽ നിന്ന് പഠിച്ച ഒരു നല്ലൊരു അറിവ് അത് വീട്ടിൽ വന്ന് ഷെയർ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. അങ്ങനെ ഓരോരുത്തർക്കും അവരവർക്കുള്ളതാകുന്ന കഴിവുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അത് അനിവാര്യമായ ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മറക്കാൻ പറ്റാത്തതാകുന്ന ഒരു നിമിഷമായി മാറും അപ്പോൾ കുടുംബജീവിതം, ഉറപ്പാണ്. അപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു. 3 കാര്യങ്ങളാണ് ഇപ്പോൾ ഓർമ്മപ്പെടുത്തിയത്. മുഷാവറ നടത്തണമെന്ന് പറഞ്ഞു, അവരുമായിട്ടുള്ളതാകുന്ന ബന്ധം വിച്ഛേദിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ആശയവിനിമയം നടത്തണമെന്ന് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഏതൊക്കെ നന്മയായ കാര്യങ്ങളുണ്ടോ, എന്തൊക്കെ കേൾക്കുന്നുണ്ടോ, എന്തൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ, അത് അവർക്ക് കൂടി ഒന്ന് കാണിച്ചു കൊടുക്കണം. അതാണ് വേണ്ടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ആയിരുന്നല്ലോ. എന്ത് കാര്യവും റസൂലുള്ളാഹി പറയുന്നത് ആയിഷ ബീവിയുടെ അടുക്കൽ കേൾക്കും. ആയിഷ ബീവി പഠിച്ചത് മുഴുവനും അത് മറ്റുള്ള കുടുംബക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കും, ഭാര്യമാർക്ക്, റസൂലുള്ളാഹിന്റെ മറ്റു ഭാര്യമാർക്ക് പഠിപ്പിച്ചു കൊടുക്കും. എത്രയോ ഹദീസുകൾ ആയിഷ ബീവി നിവേദനം ചെയ്തിട്ടുണ്ട്. ലോകർക്ക് വലിയ പാഠമാണ് അതിൽ. ആയിഷ ബീവിയുടെ എത്ര അറിവാണ് ലോകർക്ക് കിട്ടിയിരിക്കുന്നത്. അള്ളാഹു അവരുടെ ദർജ ഉയർത്തുമാറാവട്ടെ, ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. ഇനി എന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ വഴക്കുകളോ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഒന്ന് തോറ്റുകൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകണം. 4മത്തത്, ഇപ്പം ആരെങ്കിലും ഇപ്പോൾ ഭർത്താവായിരിക്കും ഒരു പക്ഷേ ദേഷ്യം ഉണ്ടാകും, ഭാര്യ ആയിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ ഇങ്ങോട്ട് വഴക്കുണ്ടാകും. അപ്പം അവിടെ ജസ്റ്റ് ഒന്ന് നമ്മളെന്ത് ചെയ്യാം, ഒന്ന് വർത്തമാനം ഒന്ന് കുറച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കാതെ കൊണ്ടുപോവുക. അവിടെ പല രീതികളും ഉപയോഗിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു രീതിയുണ്ട്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ടതാ, നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കണം. റസൂലുള്ളാഹി പറഞ്ഞതാണ്. നമുക്കൊരു ദേഷ്യം വരികയാണ്, വർത്തമാനത്തിൽ വല്ലാത്ത കടന്നുകയറ്റം വന്നെങ്കിൽ പെട്ടെന്ന് തന്നെ ഇരിക്കുക. ഇരുന്നിട്ടും ദേഷ്യം മാറുന്നില്ലെങ്കിൽ കടക്കണം, വലതുവശം ചെരിഞ്ഞിട്ട് നമ്മൾ മുമ്പ് പഠിപ്പിച്ചതുപോലെ ആ കടത്തം കിടക്കണം. അങ്ങനെയും ദേഷ്യം മാറിയില്ല എങ്കിൽ പിന്നെ അടുത്ത രൂപം പോയി വുളൂ ചെയ്യണം. സയ്യിദുനാ റസൂലുള്ളാഹി
ഒളു ചെയ്തിട്ടും ദേഷ്യം മാറിയില്ലെങ്കിൽ പോയി കുളിക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതോടുകൂടി ആ ദേഷ്യം മാറുമെന്നാണ്. വെള്ളം ശരീരത്തിൽ വീഴുന്നതോടുകൂടി, കാരണം ദേഷ്യം വരുമ്പോൾ ശരീരം മുഴുവൻ ചൂടാകുക. ഇതൊക്കെ നബി പഠിപ്പിച്ചതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊന്നും നമ്മൾ ചെയ്യൂല. നമ്മൾ ഈ വാത് കേട്ടിട്ട് നമ്മളിനി ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? ഭാര്യ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് നമ്മളെ തലയോട്ട് കമത്തി വെക്കും. എന്നിട്ട് പറയും ദേഷ്യമൊക്കെ പോയില്ലേ? അതോടുകൂടി ഉള്ള ദേഷ്യം കൂടെ കൂടുന്നല്ലാതെ കുറയത്തില്ല. ഭർത്താവിന്റെ മോന്തയിലോട്ട് 2 കപ്പ് വെള്ളം കോരിയും ഒഴിക്കും. സാധു പറഞ്ഞായിരുന്നു വെള്ളം കോരി ഒഴിക്കണോ, പോയി കുളിക്കാന്നൊക്കെ പറഞ്ഞു വച്ചാൽ പാടി. നിങ്ങൾ കുളിക്ക് പോയി, ഓ എൻ്റെ റബ്ബേ നിങ്ങളത് വിളിച്ച് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ വീട്ടിൽ പോയിരിക്കാം, തലാക്കായിരിക്കും നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞത് നേരെ അതേ രീതിക്ക് തന്നെ അവരവർ ചെയ്യേണ്ടതാണ്. ഏതെങ്കിലും ഒരു ഭാഗം പരിപൂർണമായിട്ട് ശ്രദ്ധിക്കണം. ഒന്നില്ല ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്. പിണങ്ങി നിൽക്കുന്നവരിൽ ആദ്യം സലാം പറയുന്നവർക്കാണ് സ്വർഗമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അതുകൊണ്ട് പിണങ്ങി അധികം നേരം നിൽക്കരുത്. നമ്മൾ പിണക്കമുണ്ടായാൽ വേഗം തന്നെ തീർക്കാൻ റെഡിയാകണം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രമൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നാളത്തെ ദിവസം റീടെലികാസ്റ്റ് അത് ചെയ്യും. കുടുംബജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്ന് പറയുന്നൊരു പ്രഭാഷണമുണ്ട്. അത് നിങ്ങൾ കേൾക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും അത് ശ്രദ്ധിക്കണം. നല്ലൊരു പ്രഭാഷണമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ നിയ്യത്തുള്ള അള്ളാഹു സാധൂകരിക്കട്ടെ. അപ്പൊ ഈ 4 മെതേഡ് ഇൻഷാ അല്ലാഹ് പരീക്ഷിച്ചാൽ നിങ്ങളുടെ ജീവിതം സന്തോഷകരമാക്കാം. ദേഷ്യം വരുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കണം. ഇരിക്കുന്നവനാണ് എങ്കിൽ ഇരുന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വർത്താനം കേൾക്കുന്നത് ദേഷ്യം വരുന്നതെങ്കിൽ വേഗം തന്നെ പോയി കടക്കണം. കടന്നിട്ടും ദേഷ്യം മാറുന്നില്ലെങ്കിൽ പോയി ഒളു ചെയ്യണം. നിയ്യത്ത് വെച്ച് ഒളു എടുക്കണം. നല്ല നിയ്യത്ത് വെച്ച് ഒളു എടുക്കണം. നിസ്കരിക്കാൻ ഒളു എടുക്കുന്ന പോലെ നല്ലപോലെ ഒളു എടുക്കണം, വൃത്തിയായിട്ട്. അതിനുശേഷം പിന്നെയാണ് പറയുന്നത് എന്നിട്ടും നിന്റെ ദേഷ്യം മാറിയില്ലെങ്കിൽ നീ കുളിക്കണം. അതിലൂടെ നിന്റെ പിശാച് ഒഴിഞ്ഞു പോകുമെന്ന് ആര് പഠിപ്പിച്ചു? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി പറഞ്ഞതാണ്. ഈ ശൈലിയൊക്കെ നമ്മൾ അവലംബിക്കുന്നൊന്നുമില്ല. നമ്മളിപ്പോഴും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലും. അവിടെ വഴക്കായി ബഹളമായി അടിയാകുകയാണ്. അള്ളാഹു നമ്മുടെ ബന്ധങ്ങൾക്കൊക്കെ വലിയതാകുന്ന ബറക്കത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസിലുർ റഹീം, കുടുംബബന്ധം ചേർക്കോ സയ്യിദുനാ റസൂലുള്ളാഹി. എങ്കിൽ രക്ഷപ്പെട്ടു. ബന്ധം വിച്ഛേദിക്കാൻ പാടില്ല. കുടുംബ ബന്ധങ്ങൾ അത്രയേറെ ഫലവത്താണ്. ഈ ലോക്ക്ഡൌണിന്റെ വേളയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്കൊക്കെ ഉപയോഗപ്രദമാക്കണം. മറ്റുള്ളവരുമായിട്ട് കുടുംബബന്ധം ചേർക്കുന്നതിന് വേണ്ടി ഏതെല്ലാം രീതിക്ക് സോഷ്യൽ മീഡിയ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ ആ രീതിയിലൊക്കെ നമ്മൾ മീഡിയ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വേഗം പ്രതിഫലം കിട്ടുന്നതും ഏറ്റവും വേഗം ശിക്ഷ ലഭിക്കുന്നതുമാകുന്ന കാര്യം കുടുംബബന്ധം ചേർക്കുക, അത് ചേർക്കാതിരിക്കുക എന്നുള്ളതാണ്. കുടുംബബന്ധം ചേർക്കുന്നതിലൂടെ അള്ളാഹുവിന് കൂലി വേഗം തരും. കുടുംബബന്ധം ചേർക്കാതിരിക്കുന്നതിലൂടെ ശിക്ഷ വേഗം അള്ളാഹു തരും. ദുനിയാവിനും തരും, ആഖിറത്തിനും തരും. ഹദീസുണ്ട്, ഞാൻ വെറുതെ പറയല്ല. ഇതെല്ലാം ഹദീസ് ഓതിയിട്ടാണ് പറയുന്നത്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മാ മിൻ ഹസനത്തിൻ അജല സവാബാ മിൻ സിലത്തിർ റഹിമി വമാ മിൻ ദംബിൻ അജ്ദറ أن يعجل الله لصاحبه العقوبة مع ما يدخر له في الآخرة من البغي وقطيعة الرحم. പഠിച്ചു വെക്കണേ സഹോദരാ സഹോദരി. ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മാ മിൻ ഹസനത്തിൻ അഅജല സവാബൻ മിൻ സിലത്തിർ റഹ്മി. കുടുംബ ബന്ധം ചേർക്കുന്നതിനേക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടതായ ഒരു നന്മയുമില്ല. അഅജല സവാബാ, ഏറ്റവും പെട്ടെന്ന് തന്നെ പ്രതിഫലം ലഭിക്കുന്നതായ ഒരു അമലുമില്ല. മിൻ സിലത്തിർ റഹിം, കുടുംബ ബന്ധം ചേർക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ അമലില്ല.
ഏറ്റവും വേഗം പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? വേഗം തന്നെ നീ കൊടുത്താൽ വേഗം തന്നെ തിരിച്ചറിയുന്ന ഒരു കാര്യം നിനക്ക് കിട്ടണോ? കുടുംബബന്ധം ചേർത്തോ. കുടുംബബന്ധം ചേർത്താൽ അതിലൂടെ നിനക്ക് അള്ളാഹു നന്മ വേഗം തരും, പ്രതിഫലം വേഗം തരും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെയാണ് കുടുംബബന്ധം വിച്ഛേദിച്ചാൽ ഹദീസ്, വമാ മിൻ ദംബിൻ അജ്ദറ അൻ യുഅജ്ജിലല്ലാഹു ലഹുൽ ഉഖൂബത മഅ മാ യദ്ഖിറു ലഹു ഫിൽ ആഖിറ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല വേഗം തന്നെ ശിക്ഷ ഉളരിക്കുന്നതാകുന്ന കാര്യം, വേഗം തന്നെ ധൃതിയായി പടച്ച റബ്ബ് ശിക്ഷ ഈ ദുനിയാവിലും ശേഷം ആഖിറത്തിൽ അല്ലാഹു ആ ശിക്ഷയുടെ ബാക്കിയും അല്ലാഹു നൽകുമത്രേ. ആ രീതിയിലുള്ളതാകുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അത് മിൻ ഖതിയത്തിർ റഹ്മി, അത് കുടുംബബന്ധം വിച്ഛേദിക്കലാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. കുടുംബബന്ധം വിച്ഛേദിക്കുന്നതിലൂടെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ ഉറപ്പായിട്ടും തരും. അതവിടെ അല്ലാഹു ഉറപ്പായിട്ടും തരും. മഅമാ യദ്ഖിറു ലഹു ഫിൽ ആഖിറ, ആഖിറത്തിൽ ശിക്ഷ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. അതിനോടൊപ്പം തന്നെ ദുനിയാവിലും അല്ലാഹു ശിക്ഷ തരും കുടുംബബന്ധം വിച്ഛേദിച്ചാൽ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഏത് രീതിയിലാണ് പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ നിന്റെ ആയുസ് ചുരുക്കിയിട്ടായിരിക്കാം. ചെറിയ പ്രായത്തിൽ മരണപ്പെട്ടു പോകുന്ന ആളുകളില്ലേ, കുടുംബബന്ധം ചേർത്ത് നിലകൊള്ളിന് ആയുസ് ദീർഘായുസ് ലഭിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. റിസ്ഖ് വിശാലമാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. സാമ്പത്തികമാകുന്ന ഭദ്രത ഉണ്ടാകും. കുടുംബജീവിതം കൃത്യത വെച്ചാൽ ആ ബന്ധം കറക്റ്റായിട്ട് നിലനിർത്തി പോന്നാൽ, ബന്ധങ്ങൾ വിച്ഛേദിക്കാതിരുന്നാൽ, ഉള്ള ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ വേണ്ടി പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും വലിയ സമുന്നതമായ പ്രതിഫലം അല്ലാഹു ഉടനടി തരും. വിച്ഛേദിച്ചുകൊണ്ട് നിലകൊള്ളുന്നവനാണ് എങ്കിൽ തീർച്ചയായിട്ടും ദുനിയാവിന് ശിക്ഷയുണ്ടാകും, ആഖിറത്തിനും ശിക്ഷയുണ്ടാകും. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കും. അതുകൊണ്ടാണല്ലോ ഏറ്റവും വലിയ സദഖ എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, കുടുംബബന്ധം ചേർക്കുന്നതിന് വേണ്ടി നീ കൊടുക്കുന്ന സദഖയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. عن سلمان بن عامر اللبي رضي الله عنه قال النبي صلى الله عليه وسلم. സൽമാൻ ബിൻ ആമിർ അൽ-ലബി റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാ, റസൂലുള്ളാഹ് പറഞ്ഞതാണ്, ഇന്ന സദഖത അലൽ മിസ്കീനി സദഖ, തീർച്ചയായും നിങ്ങൾ കൊടുക്കുന്ന ദാനധർമ്മം, പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ദാനധർമ്മം, അത് വലിയ പുണ്യമാണ്, അത് വലിയ ധർമ്മമാണ്, ചെറിയ കാര്യമല്ല. വഅലാദിർ റഹ്മി ഇസ്നതാൻ, എന്നാൽ മിസ്കീനിന് കൊടുക്കുന്ന, പാവപ്പെട്ടവന് കൊടുക്കുന്ന സദഖ അത് ധർമ്മമായിട്ടാണ് പരിഗണിക്കുന്നത് എങ്കിൽ, നീ ഒരു കുടുംബബന്ധം ചേർക്കാൻ വേണ്ടി നീ കൊടുത്തു കഴിഞ്ഞാൽ ഇസ്നതാൻ, രണ്ട് കാര്യങ്ങൾ അവിടെ ഉണ്ടാവുകയാണ്. നിന്റെ കുടുംബത്തിൽപ്പെട്ടതാകുന്ന ഒരു വ്യക്തിക്ക് നീ ഒരു സദഖ കൊടുത്താൽ അവിടെ രണ്ട് കാര്യങ്ങളുണ്ടാവും. ഏതൊക്കെയാണ്? ഒന്ന്, സദഖ ധർമ്മം ചെയ്തതിന്റെ പ്രതിഫലം കിട്ടും. മറ്റൊന്ന് വസിലത്തുൻ, കുടുംബബന്ധം ചേർത്തതിന്റെ പ്രതിഫലവും ലഭിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി രണ്ട് പ്രതിഫലമാണ് അവിടെ ലഭിക്കുക. രണ്ട് പ്രതിഫലം ആർക്ക് കൊടുത്താൽ? ബന്ധത്തിൽ ഏറ്റവും അടുത്ത കുടുംബ ബന്ധത്തിലുള്ളതാകുന്ന ആളിന് നീ എന്തെങ്കിലും ഒരു സദഖ കൊടുത്തു. അങ്ങനെ നീ സദഖ കൊടുത്താൽ നിനക്കവിടെ ലഭിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കുടുംബബന്ധം ചേർക്കുന്നതിലൂടെയുള്ള പ്രതിഫലം. രണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകുന്നത് ധർമ്മം ചെയ്തതിന്റെ പ്രതിഫലം. രണ്ട് പ്രതിഫലങ്ങൾ അല്ലാഹു നൽകുക. അതേ സമയത്ത് നീ ഒരു മിസ്കീന് കൊടുത്താലോ, ധർമ്മം ചെയ്ത പ്രതിഫലം മാത്രമേ ഉള്ളൂ. ഒരു പാവപ്പെട്ടവന് നീ ഒരു സദഖ കൊടുത്തു, ബന്ധത്തിൽപ്പെട്ടൊന്നുമല്ല, അല്ലാത്ത ഒരാൾ മിസ്കീൻ വന്നു, ഒരു വഴിയാത്രക്കാരൻ വന്നു, അയാൾക്ക് വിളിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് കൊടുത്തു. വീട്ടിൽ വന്ന ഒരാൾ യാചിച്ചു കൊണ്ടുവന്നു, അയാൾക്ക് എന്തെങ്കിലും കൊടുത്തു. അവിടെ ധർമ്മത്തിന്റെ ഒരു പ്രതിഫലം മാത്രമേ ലഭിക്കുകയുള്ളൂ, ധർമ്മം ചെയ്തതിന്റെ പ്രതിഫലം മാത്രം. ബന്ധത്തിൽപ്പെട്ടവർക്ക് കൊടുത്താൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ബന്ധം ചേർത്തു എന്ന നിലയ്ക്കുള്ള പ്രതിഫലം. രണ്ടാമത്തത്, നീ ധർമ്മം ചെയ്തതിന്റെ പ്രതിഫലം. അതാണ് ഇസ്നതാൻ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. രണ്ട് പ്രതിഫലം ലഭിക്കും. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ സഹോദരങ്ങളെ ഇതൊക്കെ വലിയ നേട്ടം ഉണ്ടാവുള്ളൂ, ചെറിയ കാര്യമല്ല.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരൊറ്റ ചരിത്രം കൂടി, ഈ ചരിത്രം കൂടി നിങ്ങൾക്ക് മനസ്സിലാകും ഇൻഷാ അല്ലാഹ്, ഈ കുടുംബ ബന്ധം എത്രത്തോളം വലിയ വിഷയമാണെന്ന്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു വന്നതാകുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കഴിഞ്ഞ ദിവസത്തെ പ്രഭാഷണങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തിയതാണ്. റൂഹേ ബയാൻ മജ്ലിസിൽ തന്നെ പറഞ്ഞതാണ്, അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ചെറിയ പൂച്ചക്കുട്ടികളോടൊപ്പം നിലകൊണ്ടതാകുന്ന മഹാനുഭാവൻ അബൂ ഹുറൈറ എന്ന റസൂലുള്ള ഓമന പേര് വിളിച്ചതാകുന്ന സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിന്റേതാകുന്ന കൂട്ടുകാരനാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാകുന്ന കൂട്ടുകാരനാണ്. ബഹുമാനപ്പെട്ടതാകുന്ന സ്വഹാബി വര്യൻ തന്റെ ശിഷ്യഗണങ്ങളെ വിളിച്ചുകൊണ്ട് വഅള് പറയാൻ വേണ്ടി നിലകൊള്ളവേ റൂഹേ ബയാന്റെ സംഗമം വീടിന്റെ അകത്തലങ്ങളിരുന്നു കൊണ്ട് കേൾക്കുന്നതാകുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, ഇതേപോലെ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഓരോരുത്തരെയും ബഹുമാനപ്പെട്ടവരുടെ സവിധത്തിലേക്ക് മസ്ജിദുൻ നബവിയിലേക്ക് ഒരുമിച്ച് കൂട്ടുകയാണ്. വഅള് കേൾക്കാൻ വേണ്ടി, അറിവ് നുകരാൻ വേണ്ടി കടന്നു വന്നതാകുന്ന പ്രിയപ്പെട്ടതാകുന്ന അനുയായി വൃന്ദത്തോട് പറയുകയാണ്, അഖറജു അലാ കുല്ലി ഖാതിഇൻ അഖറജു അലാ കുല്ലി ഖാതിഇ റഹിമിൻ ഇല്ലാ ഖാമ മിൻ ഇൻദിനാ. കുടുംബബന്ധം വിച്ഛേദിച്ചതാകുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ട് എങ്കിൽ എഴുന്നേറ്റ് പോകണേ, എഴുന്നേറ്റ് പോകണേ, നിർബന്ധമാണ്, നിർബന്ധമാണ്. അഖ്റജു അലാ കുല്ലി ഖാതിഇ റഹിമിൻ ഇല്ലാ ഖാമ മിൻ ഇൻദിനാ. കുടുംബബന്ധം വിച്ഛേദിച്ചതാകുന്ന ഒരാൾ പോലും ഈ മജ്ലിസിൽ ഇരിക്കരുതേ, ഇരിക്കരുതേ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയാകുന്ന മസ്ജിദുൻ നബവിയിൽ വന്നുകൊണ്ട് പ്രഭാഷണത്തിന് വേണ്ടി ഇൽമ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി കടന്നു വന്നതാകുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, ഏറ്റവും കൂടുതൽ ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുള്ളതാകുന്ന സ്വഹാബി വര്യൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കടന്നു വന്ന് പറഞ്ഞപ്പോ ഫലം യകുൻ വാഹിദുൻ മിൻഹും ഫലം യകുൻ മിൻഹും ഇല്ലാ വാഹിദുൻ മിൻ അഖ്സൽ ഹൽഖാ. ബഹുമാനപ്പെട്ടതാകുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാക്ക് കേട്ടുകൊണ്ട് ഒരാൾ മാത്രമാണ് അങ്ങേ തലയ്ക്കൽ നിന്ന് എഴുന്നേൽക്കുന്നത്. സദസ്സിന്റെ അറ്റത്തിൽ നിന്നൊരു പാവപ്പെട്ടതാകുന്ന ഒരു അനുയായി എഴുന്നേൽക്കുകയാണ്. ഫദഹബ ഇലാ അമ്മത്തിഹി, അദ്ദേഹത്തിൻ്റെതാകുന്ന അമ്മത്തിലേക്ക് അദ്ദേഹം പോകുകയാ. തന്റെ വാപ്പയുടെ സഹോദരിയുടെ അടുക്കലേക്ക് അദ്ദേഹം പോവുകയാണ്. സാറമഹാ, ആ വാപ്പയുടേതാകുന്ന സഹോദരിയുമായി വല്ലാത്ത പിണക്കം വെച്ചുകൊണ്ട് പുലർത്തിയതാകുന്ന വ്യക്തിയാണ് അദ്ദേഹം. എഴുന്നേറ്റ് പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുകയാണ്, എല്ലാവരും അദ്ദേഹത്തിലേക്ക് നോക്കുകയാണ്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞപ്പോ എഴുന്നേക്കാതിരിക്കാൻ സാധിക്കില്ല. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാണ്, റസൂലുള്ളയോടൊപ്പം ജീവിതം പങ്കുവെച്ചിട്ടുള്ള ആളാണ്, ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനുഭാവനാണ്, ഉള്ളുകൾ വ്യക്തമായിട്ട് അറിയുന്നതാകുന്ന വ്യക്തിയാണ്, കള്ളക്കളി പൊളിയുമെന്ന് മനസ്സിലാക്കിയതാകുന്ന വ്യക്തി. അദ്ദേഹം എഴുന്നേറ്റ് പോവുകയാണ്. തന്റെ പ്രിയപ്പെട്ടതാകുന്ന വാപ്പയുടെ സഹോദരിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. പതിവില്ലാതെ കടന്നു വരുന്നത് കണ്ടപ്പോ വാപ്പയുടെ സഹോദരി അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് എന്റെ അടുക്കലേക്ക് വന്നത്? ഒരുപാട് കാലമായിട്ടാണല്ലോ നീ എന്റെ അടുക്കലേക്ക് വരുന്നത്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ പറയുകയാണ്, ഞാൻ ഇന്ന് വരാനുള്ള കാരണം മറ്റൊന്നുമല്ല, നിങ്ങളുമായിട്ട് പിണങ്ങിയിട്ടാണല്ലോ, ഒരുപാട് കാലം നിലകൊള്ളുകയായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പൊറുക്കലിനെ തേടുകയാണ്, എനിക്ക് വേണ്ടി ഒന്ന് പൊറുക്കലിനെ തേടണേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ നിന്നാണ് ഞാൻ കടന്നു വരുന്നത്. അദ്ദേഹം ഇന്ന് പ്രത്യേകമായിട്ട് സദസ്സ് തുടങ്ങുന്നതിന് മുമ്പ് ആ മുഖത്തിൽ തന്നെ രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് പറഞ്ഞതാണ്, അഖറജു അലാ കുല്ലി ഖാതിഇ റഹിമിൻ ഇല്ലാ ഖാമ മിൻ ഇൻദിനാ. കുടുംബബന്ധം വിച്ഛേദിച്ചതാകുന്ന ഒരൊറ്റ വ്യക്തിയും എന്റെ മജ്ലിസിൽ ഇരിക്കരുത്, എഴുന്നേറ്റ് പോകണേ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാനിതാ നിങ്ങളുമായിട്ട് വർഷങ്ങളായി പിണങ്ങിയിരുന്നല്ലോ,
മുന്തു സിനീന, കുറെ വർഷങ്ങളായിട്ട് നമ്മൾ പിണക്കമായിരുന്നല്ലോ, ആ പിണക്കം മാറ്റാൻ വേണ്ടി ഞാൻ വന്നതാണ്. സലാം ചൊല്ലി പരസ്പരം കൈകൊടുത്ത് മുസാഫത്ത് ചെയ്തു. വാപ്പയുടെ പെങ്ങളോട് പൊരുത്തപ്പെടിക്കുകയാണ്. ആ വാപ്പാന്റെ പെങ്ങള് അദ്ദേഹത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുകയാണ്. അല്ലാഹുവേ, ഇദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണേ എന്ന് പറയുകയാണ്. പോകാൻ നേരത്ത് ആ വാപ്പയുടെ സഹോദരിയാകുന്ന അമ്മത്ത് ആ സഹാബി വര്യനോട് പറഞ്ഞയക്കുകയാണ്, നിങ്ങൾ തിരിച്ചു ചെല്ലുമ്പോ അബൂ ഹുറൈറയുടെ മജ്‌ലിസിലേക്ക് നിങ്ങൾ തിരിച്ചു ചെല്ലുമ്പോ അദ്ദേഹത്തോട് ചോദിക്കണം, എന്തിനാണ് എന്നെ നിങ്ങൾ പുറത്താക്കിയത്, എന്ത് കാരണത്താലാണ് കുടുംബബന്ധം വിച്ഛേദിച്ചവന് സദസ്സിൽ ഇരിക്കരുത് എന്ന് പറഞ്ഞത്. അദ്ദേഹം നേരെ തിരിച്ചു ചെല്ലുകയാണ്. ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു ചെല്ലുകയാണ്. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ടതാകുന്ന സഹോദര സഹോദരിമാരെ, ഈ റൂഹേ ബയാൻ മജ്‌ലിസിലൂടെ ഞാൻ നിങ്ങളോട് അതേ ഒരു ചോദ്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആളുകൾക്ക് ഈ മജ്‌ലിസിൽ നിലകൊള്ളാൻ സാധിക്കും? കുടുംബാദികളുമായിട്ട് പരസ്പരം വൈര്യം തീർത്തുകൊണ്ട് മത്സരിക്കുകയല്ലയോ, ഫോൺ വിളിച്ചാൽ എടുക്കാത്ത ആളുകളല്ലയോ, വാട്സാപ്പിൽ ഒരു മെസ്സേജ് പോലും അയക്കാത്ത ആളുകളല്ലയോ, മരണപ്പെട്ട് കഴിഞ്ഞാൽ തഅസിയത്ത് പോലും നടത്താത്ത, അനുശോചനം പോലും രേഖപ്പെടുത്താത്തതാകുന്ന ആളുകളല്ലയോ? എത്രയെത്ര ആളുകൾ വർഷങ്ങളായിട്ട് പിണങ്ങി നിൽക്കുകയാണ്. ഭാര്യ ഭർത്താവുമായിട്ട് പിണങ്ങുകയാണ്, ഭർത്താവ് ഭാര്യയുമായിട്ട് പിണക്കമാണ്, മക്കളുമായിട്ട് മാതാപിതാക്കൾ പിണക്കമാണ്, മക്കൾ മാതാപിതാക്കൾക്ക് വർഷങ്ങളായിട്ട് പിണക്കം നടിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. കുടുംബാദികളിൽപ്പെട്ട മൂത്താപ്പ, എളാപ്പ്, കൊച്ചുമ്മ, സഹോദര സഹോദരിമാരുമായി എത്ര വർഷങ്ങളായിട്ട് പിണങ്ങിക്കഴിയുന്ന സഹോദര സഹോദരിമാരെ, പഠിച്ചു വെക്കണേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലേക്ക് ഈ സഹാബി വര്യൻ തിരിച്ചു വരുകയാണ്. എന്നിട്ട് അദ്ദേഹം ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ പുറത്താക്കിയത്? കുടുംബബന്ധം വിച്ഛേദിച്ചവൻ ഈ സദസ്സിൽ നിന്ന് പുറത്തു പോകണമെന്ന് പറയാനുള്ള കാരണം എന്താണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉടനെ അദ്ദേഹത്തോടും കൂടെയുള്ള അനുയായി വൃന്ദത്തോടും പറയുകയാണ്, കാരണം എന്തെന്നറിയണോ? സമിഅ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ എൻ്റെ 2 കർണപുടം കൊണ്ട് കേട്ടിട്ടുണ്ട്. ഹബീബായ നബി തങ്ങൾ പറയുന്നത് ഞാൻ എൻ്റെ ഈ കാതിലൂടെ വ്യക്തമായി കേട്ടതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബാ ഇന്നർ റഹ്മത ലാ തൻസിലു ഫീ ഖൗമിൻ ഫീഹിം ഖാതിഉ റഹിമിൻ. തീർച്ചയായും കുടുംബബന്ധം വിച്ഛേദിച്ചതാകുന്ന ആളുള്ള മജ്‌ലിസിലേക്ക് ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ആ മജ്‌ലിസിൽ തീർച്ചയായും അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ മലക്ക് വരികയില്ല. അതിന് വീട്ടിലാകട്ടെ, കൂട്ടുകാരിലാകട്ടെ, നീ ഒരു സമൂഹത്തിൽ നിലകൊള്ളുമ്പോഴാകട്ടെ, വാത് കേൾക്കുന്ന സദസ്സിലാകട്ടെ, അവിടെ റഹ്മത്തിന്റെ മലക്കുകൾ വരണോ, കാരുണ്യത്തിന്റെ മലക്കുകൾ കാരുണ്യം ചൊരിഞ്ഞുകൊണ്ട് കടന്നു വരണോ. അവിടെ ഒരു കുടുംബബന്ധം വിച്ഛേദിച്ചതായ ഒരാൾ പോലും ഉണ്ടാവാൻ പാടില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഫഖറജു അലാ കുല്ലി ഖാതിഇ റഹിമിൻ ഇല്ലാ ഖാമ മിൻ ഇംദിനാ. കുടുംബബന്ധം വിച്ഛേദിച്ചതാകുന്ന ഒരാൾ പോലും എൻ്റെ മജ്‌ലിസിൽ ഇരിക്കരുത്, ഇറങ്ങിപ്പോകണമെന്ന് പറയാനുള്ള കാരണം അത് മാത്രമാണ്. അനുയായി വൃന്ദമേ, പഠിച്ചു വെക്കണേ സഹാബ കൂട്ടുകാരെ, അത് വീട്ടിലാകട്ടെ, കുടുംബബന്ധം വിച്ഛേദിച്ചിട്ട് ഒരാളെങ്കിലും നമ്മുടെ വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ വീട്ടിലേക്ക് കാരുണ്യത്തിന്റെ മലക്ക് അല്ലാഹു അയക്കുകയില്ല. ഇന്ന റഹ്മത ലാ തൻസിലു ഫീഹിം ഖാതിഉ റഹിമിൻ. ഇന്ന റഹ്മത ലാ തൻസിലു അലാ ഖൗമിൻ ഫീഹിം ഖാതിഉ റഹിമിൻ. ഒരു സമൂഹത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യത്തിന്റെ മലക്കിനെ അയക്കൂല. അവരിൽ ആരുണ്ട്? കുടുംബബന്ധം വിച്ഛേദിച്ചവനുണ്ട്. നഊദു ബില്ലാ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് നിസാര വിഷയമായിട്ട് കാണണ്ട ഇത്. അതുകൊണ്ടാണ് ലൈലത്തുൽ ഖദ്ർ കണ്ടുമുട്ടാത്ത വിഭാഗങ്ങളെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ കൂട്ടത്തിൽ ആദ്യം തന്നെ രേഖപ്പെടുത്തിയതായി കാണാം
കുടുംബബന്ധം വിച്ഛേദിച്ചവൻ, കുടുംബബന്ധം വിച്ഛേദിക്കുന്നവന്റെ അടുക്കലേക്ക് കാരുണ്യത്തിന്റെ മലക്ക് വരൂല, റഹ്മത്തിന്റെ മലക്ക് വരൂല, ലൈലത്തുൽ ഖദ്ർ കണ്ടുമുട്ടിയവനാവൂല. നീ എത്ര തലകുത്തി ഇബാദത്തെടുത്താലും, നീ എത്ര നിസ്കരിച്ചാലും, നീ എത്ര നോമ്പ് പിടിച്ചാലും, നീ എത്ര സക്കാത്ത് കൊടുത്താലും, നീ എത്ര ഹജ്ജ് ചെയ്താലും, നിന്റെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് കാരുണ്യത്തിന്റെ മലക്ക് വരണോ, റഹ്മത്ത് ചൊരിയണോ, തീർച്ചയായിട്ടും ബന്ധങ്ങൾക്ക് വില കൊടുക്കൽ, ബന്ധങ്ങൾക്ക് വില കൊടുക്കൽ. ബന്ധം വിച്ഛേദിച്ച് നടന്നിട്ട് യാതൊരു കാര്യമില്ല. ഉസ്താദ് എങ്ങനെ പോയി ഇനി പറയൂ, ഉസ്താദ് എങ്ങനെ പോയി പറയും? ബന്ധം വെക്കണം. അങ്ങോട്ട് പോയി സലാം ആദ്യം പറയുന്നവനാണ് സ്വർഗമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. പിണങ്ങി നിൽക്കുന്ന സമൂഹമേ, ചെറുപ്പക്കാരായ യുവതികളെ, നിങ്ങളിൽ ആദ്യം ആരാണോ പിണക്കം മാറ്റാൻ വേണ്ടി അസ്സലാമു അലൈക്കും പറയുന്നത്, തീർച്ചയായിട്ടും അവനാണ് സ്വർഗം വാങ്ങുക എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആദ്യം സലാം പറയണം, അസ്സലാമു അലൈക്കും അങ്ങോട്ട് പറഞ്ഞേക്കണം. മിണ്ടുന്നില്ല വർഷങ്ങളായി ഉസ്താദെ, അതൊക്കെ മാറും. അസ്സലാമു അലൈക്കും സലാം പറയും, അതിലൂടെ തന്നെ സ്നേഹം വരും, ഉറപ്പാണ്. വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, എനിക്ക് യാതൊരുവിധ പ്രശ്നമില്ല, നമുക്കിടയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ റുഹൈബയ മജ്ലിസിൽ ഉസ്താദ് ഇങ്ങനെ ഒരു പ്രഭാഷണം പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിൽ അതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇൻഷാ അല്ലാഹ് എല്ലാം പൊരുത്തപ്പെടാൻ തയ്യാറാണ്. എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളും പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞ് പരസ്പരം പൊരുത്തപ്പെടിയില്ലെങ്കിൽ രക്ഷയുണ്ടാവൂല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വല്ലദീന യസിലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ വയഖ്ശൗന റബ്ബഹും വയഖാഫൂന സൂഅൽ ഹിസാബ് വല്ലദീന صبروا ابتغاء ربهم وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانيا ويدرؤون بالحسنة السيئة أولئك لهم عقبى الدار جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب سلام عليكم بما صبرتم فنعم عقبى الدار. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുർ റഅദിൽ അല്ലാഹു വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. കുടുംബബന്ധം ചേർക്കുന്നതായ മുഅ്മിനേ മുഅ്മിനത്തെ, നിനക്ക് കിട്ടുന്ന നേട്ടം എന്തെന്നറിയണേ, പഠിച്ചു വെക്കണേ. വല്ലദീന യസിലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർക്കണമെന്ന് പറഞ്ഞതാകുന്ന ഏതെല്ലാം ബന്ധങ്ങളുണ്ടോ അതെല്ലാം ചേർക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നതായ ആളുകളെ, അത് പരിപൂർണമായി ബന്ധം വിച്ഛേദിച്ച് പോകാൻ പാടില്ല. അത് വാപ്പയുമായിട്ടുള്ളതാകുന്ന കുടുംബമാണ്, ഈ ബന്ധം വിച്ഛേദിക്കാൻ പാടില്ല. അത് ഉമ്മയുമായിട്ടുള്ളതായ കുടുംബ ബന്ധമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ബന്ധങ്ങൾ വിച്ഛേദിക്കാതെ കണക്ഷൻ മുറുകെ പിടിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ ആളുകളെ, വയഖ്ശൗന റബ്ബഹും, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ ആളുകളെ, വയഖാഫൂന സൂഅൽ ഹിസാബ്, മോശമായ ഹിസാബ് നാളെ ആഖിറത്തിൽ എനിക്ക് നേരിടേണ്ടി വരുമല്ലോ. ഞാൻ ഈ കുടുംബബന്ധം വിച്ഛേദിച്ചതിന്റെ പേരിൽ നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ വലിയതാകുന്ന ഹിസാബ് ജനമധ്യത്തിൽ വെച്ചുകൊണ്ട് വിചാരണ നേരിടേണ്ടി വരുമല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുടുംബബന്ധം ചേർക്കാൻ തയ്യാറാകുന്നവരെ,
والذين صبروا ابتغاء ربهم وأقاموا الصلاة. തീർന്നില്ല. ക്ഷമയോടുകൂടി പടച്ച റബ്ബിന്റെ പൊരുത്തം മാത്രം കാംക്ഷിച്ചുകൊണ്ട് നമസ്കാരങ്ങൾ നിലനിർത്തിയതായ ആളുകളെ അല്ലാഹു പറയുകയാണ്, നാം അവർക്ക് നൽകിയതാകുന്ന സമ്പാദ്യത്തിൽ നിന്ന് പാവങ്ങൾക്ക് രഹസ്യമായ പരസ്യമായ സദഖ നൽകിയവരെ സിർറൻ വഅലാനിയ വയദ്റഊന ബിൽ ഹസനതി സയ്യിആ. മോശമായ പ്രവർത്തനങ്ങളെ നന്മ കൊണ്ട് തടുത്തതാകുന്ന ആളുകളെ, അഥവാ അവരെങ്ങോട്ട് മോശത്തരം പറയുമ്പോ, കുടുംബത്തിൽപ്പെട്ട പലരും നമ്മളോട് ചീത്ത പറയുമ്പോ, അവർ മോശപ്പെട്ട സമീപനം കാഴ്ചവെക്കുമ്പോ, അവർ കാർക്കിച്ച് നമ്മുടെ വാഹനത്തിൽ തുപ്പുമ്പോ, അവർ ചീത്ത വിളിക്കുമ്പോ, അവർ നമ്മളെ ശകാരിക്കുമ്പോ, ഒരു വാക്ക് പോലും അവരെ നോവിക്കാതെ ശകാരിക്കാതെ, അവരോട് മോശമായ രീതിയിലുള്ള ഒരു വർത്തമാനം പോലും പറയാതെ, അവരോട് മാന്യമായ രീതിയിലുള്ള പെരുമാറ്റം കാഴ്ചവെച്ചുകൊണ്ട് നിലകൊള്ളുന്നവരെ, അള്ളാഹുവിന്റെ പൊരുത്തം മാത്രമാണ് എനിക്ക് വേണ്ടതെന്ന് കരുതിക്കൊണ്ട് ഒരു വാക്ക് പോലും പറയാതെ നിലകൊള്ളുന്നതായ സഹോദരിമാരെ, ഉലൈക ലഹും ഉഖ്ബദ്ദാർ, അവർക്കാണ് അല്ലാഹു ആഖിറം സന്തോഷകരമാക്കുക. അവരുടെ പര്യവസാനം ആഖിബത്ത് റാഹത്താണ്. അവർക്ക് അല്ലാഹു നൽകുന്നതാകുന്ന പ്രതിഫലം ഏതാണ്? ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ൻ എന്ന പേരുള്ള സ്വർഗ്ഗത്തിലേക്ക് അല്ലാഹു അവരെ കടത്തുകയാ. ആർക്കാണ്? നമസ്കാരങ്ങൾ ചിട്ടവച്ചവരാണ്, റബ്ബിന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് നിലകൊണ്ടവരാണ്, കുടുംബബന്ധം വിച്ഛേദിക്കാതെ ബന്ധങ്ങളെ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തിയതാകുന്ന ആളുകളാ. എല്ലാ ബന്ധങ്ങളും പരിപൂർണമായി വിടവ് വരാതെ നികത്തിക്കൊണ്ട് പോയവരാണ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെന്ന സ്വർഗ്ഗം നൽകുകയാണ്. തീർന്നില്ല, യദ്ഖുലൂനഹാ, ആ സ്വർഗ്ഗത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, അവർ മാത്രമല്ല, അവരോടൊപ്പം നന്മയിൽ പങ്കാളികളായിട്ടുള്ള അവരുടെ മാതാപിതാക്കളെ അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് കടത്തുകയാണ്. തീർന്നില്ല, വഅസ്വാജിഹിം, അവരുടേതാകുന്ന ഭാര്യമാരെ, ഇണകളെ, ഭർത്താക്കന്മാരെ അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് കടത്തുകയാണ്. വദുർരിയാതിഹിം, അവരുടേതാകുന്ന സന്താനങ്ങളെയും അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് കടത്തുകയാണ്. വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, എല്ലാ വാതിലുകളിലൂടെയും മലക്കുകൾ ഇതാ കടന്നു വന്നുകൊണ്ട് അവർക്കെല്ലാവർക്കും മംഗള ആശംസകൾ നേരുകയാണ്. മലക്കുകൾ അവരോട് പറയുകയാണ്, സലാമുൻ അലൈക്കും ബിമാ സബർതും, നിങ്ങൾ ക്ഷമ അവലംബിച്ചുകൊണ്ട് കുടുംബബന്ധം ചേർക്കാൻ വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ ഒരുപാട് ക്ഷമിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് ചീത്തവിളികൾ കേട്ടു, ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെയെങ്കിലും ഒരു മുറിവേൽപ്പിക്കാതെ, ഒരു വാക്കുകൊണ്ട് പോലും മാതാപിതാക്കളെ നോവിപ്പിക്കാതെ, ഒരു വാക്കുകൊണ്ട് പോലും ഭർത്താവിനെ നോവിപ്പിക്കാതെ, ഒരു വാക്കുകൊണ്ട് പോലും ഭാര്യയെ നോവിപ്പിക്കാതെ, ഒരു വാക്കുകൊണ്ട് പോലും കുടുംബാദികളെ നോവിപ്പിക്കാതെ മാന്യമായ കുടുംബജീവിതം നയിച്ചുകൊണ്ട് വന്നവരെ, മാതാപിതാക്കളെ ചീത്ത വിളിക്കാത്തവരെ, അവരെ തെറിവിളിക്കാത്തവരെ, അവരെ ശകാരിക്കാത്തവരെ, അവരെ അടിക്കാത്തവരെ, തൊഴിക്കാത്തവരെ, മാതാപിതാക്കളോട് മാത്രമല്ല കുടുംബ ബന്ധങ്ങളോട് എല്ലാവരോടും എല്ലാ ബന്ധുക്കളോടും മാന്യമായ രീതിയിൽ പെരുമാറിയവരെ, സലാമുൻ അലൈക്കും ബിമാ സബർതും, നിങ്ങൾ ക്ഷമിച്ചതിന്റെ കാരണം കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് വലിയതാകുന്ന രക്ഷ അല്ലാഹു നൽകുകയാണ്. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. കാരണം നിങ്ങൾ ക്ഷമിച്ച് ഇത്രയും കാലം നിലകൊള്ളുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. സലാമുൻ അലൈക്കും ബിമാ സബർതും, നിങ്ങൾ ക്ഷമിച്ച് നിലകൊള്ളതിന്റെ കാരണത്താൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ. ഫനിഅമ ഉഖ്ബദ്ദാർ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുന്നതാകുന്ന പര്യവസാനം ഏറ്റവും ഉത്തമമാണ്, ഉദാത്തമാണ്.
കാരണം സ്വർഗ്ഗമാണ് നിങ്ങൾക്ക് നൽകിയിട്ടത്. അതിനെന്ന സ്വർഗത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടു. എന്തിന്റെ കാരണത്താൽ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ചുകൊണ്ട് ജീവിതം നയിച്ചതിന്റെ കാരണത്താൽ, റബ്ബിനെ അനുസരിച്ചുകൊണ്ട് ജീവിതം നയിച്ചതിന്റെ കാരണത്താൽ, കറക്റ്റായി നമസ്കരിച്ചു, കുടുംബബന്ധം വിച്ഛേദിക്കാതെ തന്നെ നിലകൊണ്ടു, ബന്ധങ്ങൾക്ക് വില കൽപ്പിച്ചുകൊണ്ട് നിലകൊണ്ടു. അതിന്റെ കാരണത്താൽ നിങ്ങൾക്ക് അതിനെന്ന സ്വർഗം അല്ലാഹു നൽകി. നല്ലൊരു പര്യവസാനം അല്ലാഹു നിങ്ങൾക്ക് നൽകി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നാൽ ഖുർആൻ പറയുകയാണ്, വേറൊരു വിഭാഗം ആളുകളുണ്ട്. വല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹ് മിൻ ബഅദി മീസാഖിഹി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ വയുഫ്സിദൂന ഫിൽ അർള് ഉലൈക ലഹുമുൽ ലഅന വലഹും സൂഉദ്ദാർ. എന്നാൽ ഖുർആൻ പറയുകയാണ് നേരെ തിരിച്ച്. ചില ആളുകളുണ്ട്, അള്ളാഹുവിനോട് കരാറിടപ്പെട്ടതാണ്, കുടുംബബന്ധം ചേർത്തുകൊള്ളാമെന്നൊക്കെ കരാർ ചെയ്തിട്ടാണ് ആലമുൽ അർവാഹിൽ നിന്ന് ഈ ഭൗതികമാകുന്ന ലോകത്തേക്ക്, രണ്ടാം ലോകത്തേക്ക് പടച്ച റബ്ബ് അവരെ അയച്ചത്. എല്ലാ ബന്ധങ്ങൾക്കും വില കൊടുക്കാം, മാതാപിതാക്കളെ ഞങ്ങൾ അനുസരിക്കാം, അവർക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്കാം, മക്കൾക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്കാം, കുടുംബ ബന്ധങ്ങൾ ശാക്തീകരിക്കാം, ഭാര്യഭർത്ത ബന്ധങ്ങളെല്ലാം ഞങ്ങൾ ശ്രദ്ധിക്കാമെന്നൊക്കെ വാഗ്ദാനങ്ങൾ പടച്ച റബ്ബിനോട് വഅദ ചെയ്തിട്ട്, കരാർ ചെയ്തിട്ട് ഈ ഭൗതികമാകുന്ന ലോകത്തേക്ക് കടന്നു വന്ന് അല്ലാഹു ചേർക്കണമെന്ന് പറഞ്ഞതാകുന്ന ബന്ധങ്ങളെ മുഴുവൻ വിച്ഛേദിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവർ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ, ഈ ഭൗതികമാകുന്ന ലോകത്ത് പ്രശ്നാധിഷ്ഠിതമാകുന്ന ജീവിതം നയിക്കുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശാപമുണ്ടാവുന്നതാണ്, അവർക്കാണ് റബ്ബിന്റെ ശാപമുണ്ടാവുക എന്ന് വിശുദ്ധമായ ഖുർആൻ. വലഹും സൂഉദ്ദാർ, അവരുടെ ആഖിബത്ത് മോശമാണ്, മോശമാണ്, അവരുടെ അന്ത്യം മോശമാണ്, അവരെത്തിപ്പെടുക നരകത്തിലേക്കാണ്, നരകത്തിലേക്കാണ്. ഒരു വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്ക് പോകുമ്പോ, അഥവാ നമസ്കാരം നിലനിർത്തി കൃത്യമായി സകാത്തുകൾ കൊടുത്ത് കൃത്യമായി ഇബാദത്തുകൾ അനുഷ്ഠിച്ച് കുടുംബബന്ധം ചേർത്തുകൊണ്ട് നിലകൊള്ളുന്നവർക്ക് ജന്നാത്തു അദ്നാണ് എങ്കിൽ, പടച്ച റബ്ബിനെ അനുസരിക്കാതെ ജീവിതം തള്ളി നീക്കുന്ന ആളുകൾ, കള്ളും കഞ്ചാവുമലായുമായിട്ട് ജീവിതം താറടിക്കുന്നതാകുന്ന ആളുകൾ, കുടുംബബന്ധം വിച്ഛേദിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ആളുകൾ, കള്ളു കുടിച്ചുകൊണ്ട് വീടിന്റെ അകത്തല്ലെന്ന് ഭാര്യയെ മർദ്ദിക്കുന്നതാകുന്ന ഭർത്താക്കന്മാർ, കുടുംബബന്ധത്തിൽ എല്ലാ ആളുകളെയും ചീത്ത വിളിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ആളുകൾ, വാ കൊണ്ട് അടിച്ചമർത്തുന്ന ആളുകൾ, ഫേസ്ബുക്കിൽ എഴുതിയിട്ട് അടിച്ചമർത്താൻ ശ്രമിക്കുന്നവർ, വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ അശ്ലീലത പ്രചരിപ്പിച്ചുകൊണ്ട് കുടുംബക്കാർക്കെതിരെ മോശമാകുന്ന പ്രചരണം നടത്തുന്നതാകുന്ന ആളുകൾ, തീർച്ചയായിട്ടും മനസ്സിലാക്കണേ, മനസ്സിലാക്കണേ, ഉലൈക ലഹുമുൽ ലഅന, അവർക്കാണ് അല്ലാഹുവിന്റെ ശാപമുണ്ടാവുക. റബ്ബ് ശപിച്ചാൽ പിന്നെ എത്തുന്നത് എവിടെയാണ്? വലഹും സൂഉദ്ദാർ, അവർക്ക് മോശപ്പെട്ട ഭവനമാണ്, നരകമാണ്, നരകമാണ് ഉണ്ടാവുക എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് കുടുംബബന്ധം നല്ലതുപോലെ ചേർത്തോ, കുടുംബബന്ധം വിച്ഛേദിക്കാൻ പാടില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ ഖുർആൻ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓതി വെച്ച ആയത്ത് സൂറത്തുർ റഅദ് 21 മുതൽ 25 വരെയുള്ള ആയത്താണ് നമ്മളിപ്പോൾ ഓതി അർത്ഥം വെച്ചത്. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് ചൊരിയുമാറാവട്ടെ, അല്ലാഹു ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി മനസ്സിന് സമാധാനവും ശാന്തിയും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്ന മുഅ്മിനീങ്ങളായി അല്ലാഹു നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരൊറ്റ ഒരാൾ പോലും ബന്ധങ്ങൾക്ക് വില കൊടുക്കാതിരിക്കാൻ പാടില്ല. ബന്ധങ്ങൾക്ക് വലിയ വില കൊടുക്കണം. കുടുംബ ബന്ധങ്ങൾക്ക് പ്രത്യേകിച്ച് എല്ലാവരോടും, എത്ര വലിയ അടുത്ത ബന്ധമാകട്ടെ അകന്ന ബന്ധമാകട്ടെ, അവരോടൊക്കെ ഒരു ബന്ധം വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ മുലകുടി ബന്ധങ്ങൾക്ക് വരെ വലിയ സ്ഥാനം കൊടുത്തിരുന്നു. മുലകുടി ബന്ധത്തിലുള്ളതാകുന്ന കുടുംബാദികൾക്ക് വരെ വലിയ സ്ഥാനം കൊടുത്തിരുന്നു. നമ്മളിവിടെ രക്തബന്ധങ്ങൾക്ക് പോലും വില കൽപ്പിക്കാത്തതാകുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ.
അതുകൊണ്ട് ഉള്ള സമയം ഇൻഷാ അല്ലാഹ് ആ ബന്ധങ്ങൾ പുതുക്കാൻ വേണ്ടി നമ്മുടെ സമയം ചെലവഴിക്കണം. ആരെങ്കിലും പിണങ്ങി നിൽപ്പെട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരാൾ പോലും പിണങ്ങിയിരിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് റൂഹേ ബയാൻ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളും പരസ്പരം ബന്ധങ്ങൾ പുതുക്കണം. ഒരൊറ്റ ഉമ്മമാരും ഉപ്പമാരും സഹോദര സഹോദരിമാരും കൊച്ചുമക്കളുമാകട്ടെ ഒരാളോട് പോലും വൈര്യമുണ്ടാക്കുന്ന വർത്തമാനം പറയരുത്. ഒരുപാട് ആളുകൾ അത്തരത്തിലുള്ള വർത്തമാനം പറഞ്ഞു കൊടുക്കും മക്കളോട് വരെ, കുടുംബക്കാരെ കുറിച്ച്. അവൻ അങ്ങനെയാണ്, ഇവൻ ഇങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, മറ്റവൻ അങ്ങനെയാണ്, മറ്റവൻ ഇത്ര വലിയ വീട് വെച്ച് എങ്ങനെയാണെന്നറിയോ, ഒന്നും പറയണ്ട, അവൻ അവിടുന്ന് അടിച്ചുകൊണ്ട് വന്നതാണ്, അറബി യത്തീംഖാനയിലാക്കിയിട്ട് കൊണ്ടുവന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് മക്കൾക്ക് വരെ അവരുടെ ഹൃദയത്തിൽ കളങ്കമില്ലാത്ത ഹൃദയമാണ് കൊച്ചുകുട്ടികൾ. അവരുടെ ഹൃദയത്തിൽ പോലും കുടുംബക്കാരെ കുറിച്ചിട്ടൊരു മൈനസ് കൊടുക്കുകയാണ് പല ഉമ്മമാരും ഉപ്പമാരും ചെയ്യുന്നു. ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങൾ വെറുക്കുന്നു എന്ന് മാത്രമല്ല മറ്റുള്ളവരെ കൂടി വെറുപ്പിക്കുക. ചിലർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? മറ്റുള്ള കുടുംബക്കാരെ കൂടി വെറുപ്പിച്ചെടുക്കണം. ഇപ്പൊ ഞാൻ ഒരു കുടുംബക്കാരനെ വെറുക്കുന്നുണ്ടെങ്കിൽ എന്റെ മനസ്സിൽ ചിന്ത വരികയാണ്, എന്നാൽ അവനോട് ലോകത്ത് ഒരു കുടുംബക്കാരും മറ്റുള്ള കുടുംബക്കാരും സ്നേഹം കാണിക്കാൻ പാടില്ല. അങ്ങനെ സ്നേഹം കാണിക്കുന്ന കുടുംബക്കാരെ കൂടി വീണ്ടും വെറുക്കുക. ഇതൊക്കെ നമ്മുടെ കുടുംബങ്ങൾക്കിടയിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ്. അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. വർഷങ്ങളായിട്ട് മിണ്ടാതിരിക്കുക, കണ്ടാലും മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞു നിൽക്കുക. ഏതെങ്കിലും കല്യാണ സദസ്സിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടാവും, എന്നാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ടാവും, എന്നാ തിരിഞ്ഞു നിൽക്കുക, എന്നിട്ട് പതുക്കെ ഏറിട്ട് നോക്കുക. അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നവനോട് ചോദിക്കുക, അല്ല അവിടെ നിൽക്കുന്ന ഹൈവാൻ പോയോന്ന് ചോദിക്കുക. പോയെങ്കിൽ മാത്രം തിരിഞ്ഞു നോക്കുക. എവിടെയെങ്കിലും വെച്ച് കൂട്ടിമുട്ടിയാൽ പോലും സലാം പറയാതെ പോവുക. ഇങ്ങനത്തെ ഇത്രത്തോളം വിദ്വേഷം മനുഷ്യൻ ഇങ്ങനെ പുലർത്താൻ കുടുംബപരമായിട്ടുള്ള ആളുകൾ തന്നെ ഇങ്ങനെ പുലർത്തുന്നത് എങ്ങനെ? അതാണ് അവസ്ഥ. തീർച്ചയായിട്ടും ഒരു കാരണവശാലും രക്ഷപ്പെടൂല. നമ്മൾ മോമിനിയങ്ങളല്ലേ, ലോകത്ത് ഒരു വിശ്വാസികളും തമ്മിൽ ഒരു വൈര്യം ഉണ്ടാവൂല. അവിശ്വാസികളോട് പോലും മാന്യമായ സമീപനം കൊണ്ടുവരണമെന്ന് പറയിപ്പിക്കുന്ന മതമാണ് വിശുദ്ധ ഇസ്ലാം. അങ്ങനത്തെ നമുക്ക് ഇത്തരത്തിലുള്ളതാകുന്ന ശൈലി എവിടുന്ന് കിട്ടിയതാണ്? എവിടുന്ന് കൊണ്ടുവന്നതാണ്? നമുക്ക്